എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ജീവിതത്തിലുണ്ടായ ചില മാറ്റങ്ങൾ, ചില സംഭവങ്ങൾ ഒന്ന് പറയാമെന്ന് കരുതിയിട്ടാണ്. ഞാൻ എൻ്റെ മതനിരാസം പബ്ലിക്കായിട്ട് വെളിപ്പെടുത്തിയത്, എൻ്റെ മുഖം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ചെയ്തത്, അതിന് പിന്നിലുള്ള പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്ന്, പലരും പറയാറുണ്ട്, ചോദിക്കാറുണ്ട്. നമ്മുടെ വയ്യാമൻ ഇൻഫിഡൽ സീരീസിൻ്റെ അടിയിൽ, ആ ഒരു വീഡിയോസിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റും, എന്തുകൊണ്ട് മുഖം വെളിപ്പെടുത്തുന്നില്ല, എന്തുകൊണ്ട് യഥാർത്ഥ ഐ ഡി വെളിപ്പെടുത്തുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഈ ചോദിക്കുന്നവർക്കൊക്കെ അറിയാം, ഒരു റിയൽ ഐ ഡി അല്ലെങ്കിൽ ഇയാൾ ആര് എന്ത് എന്ന് വ്യക്തമായി പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നേരിടാൻ പോകുന്ന സൈബർ അറ്റാക്ക് ആണെങ്കിലും, അതല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും, വ്യക്തി അധിക്ഷേപങ്ങളാണെങ്കിലും എന്തൊക്കെ ആയിരിക്കുമെന്നും എത്രത്തോളം ആയിരിക്കുമെന്നും അറിയാഞ്ഞിട്ടല്ല, മിക്ക ആളുകളും കണ്ണടച്ചിരുട്ടാക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ജീവിതം ഞാനിവിടെ ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റിന് വിധേയമാക്കിയതാണ്. ഇനിയും നിങ്ങൾ ചോദിക്കുന്നവർ ചോദിച്ചുകൊണ്ടിരിക്കും എന്നറിയാം, എങ്കിലും ഒരു പരീക്ഷണത്തിന് വിധേയമാക്കി, മുഖം വെളിപ്പെടുത്തി, എൻ്റെ ശരിയായ പേര് വെളിപ്പെടുത്തി, ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ എൻ്റെ പേര് വെളിപ്പെടുത്തി, എൻ്റെ മുഖം വെളിപ്പെടുത്തി ഞാനൊരു വീഡിയോ ചെയ്തു. എന്തുകൊണ്ടാണ് എൻ്റെ അവിശ്വാസം സംഭവിച്ചത്, ഞാൻ എന്തുകൊണ്ടാണ് അവിശ്വാസിയായത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു. അങ്ങനെ ആ വീഡിയോ ചെയ്തതിന് ശേഷം പിന്നീടുണ്ടാവുന്ന കാര്യങ്ങൾ വളരെ രസകരമാണ്, അല്ലെങ്കിൽ വളരെ വേദനാജനകമാണ്. എന്നാൽ എന്തും നേരിടാൻ തയ്യാറായി മുന്നോട്ട് വന്ന എന്നെ സംബന്ധിച്ച് ഇത് അത്രത്തോളം പ്രശ്നമുള്ള ഒന്നല്ല. എന്നാൽ എല്ലാവർക്കും അത് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. പല കമൻറ്റുകളിലാണെങ്കിലും മറ്റു പല പോസ്റ്റുകളുടെയും, നമ്മുടെ പോസ്റ്റുകളുടെയും മറ്റൊക്കെ കമൻറ്റ് സെക്ഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പലതരത്തിലുള്ള വ്യക്തി അധിക്ഷേപങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പലതരം ആരോപണങ്ങൾ, ഇവരുടേതായ ചില കണ്ടെത്തലുകളും ആ കണ്ടെത്തലുകളിലൂടെയുള്ള ചില കള്ളക്കഥകൾ മെനയിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഒരാൾ നേരിട്ട് മുഖം വെളിപ്പെടുത്തി വരുമ്പോഴുള്ള സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അതും ഒരു ആണായതുകൊണ്ട് ഇത് നേരിട്ട ആ ഒരു സൈബർ അറ്റാക്കിന് ഒരു പരിധിയുണ്ട്. എന്നാൽ അതൊരു പെണ്ണായിരുന്നെങ്കിൽ, സ്ത്രീകളാണ് ഇത് ചെയ്തു വരുന്നതെങ്കിൽ, അവരവരുടെ വിശ്വാസം വെളിപ്പെടുത്തി വരുന്ന സമയത്ത്, അവരുടെ മുഖം വെളിപ്പെടുത്തിയതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് അവർക്ക് ഇതിലും അധികം വൾഗറായിട്ടുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്, അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്ക്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ഇൻഫിഡൽസ് ക്ലബിൻ്റെ ഈ 3 സോഷ്യൽ മീഡിയകളിൽ നിങ്ങൾ ചെല്ലുക. എന്നിട്ട് അതിൽ മുഖം വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ആളുകളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പോയി നോക്കുക. ആ സെക്ഷനിൽ നിങ്ങൾ ചെന്ന് നോക്കുന്ന സമയത്ത് ഓരോന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും, എന്തൊക്കെ അതിൽ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ലേഡീസിൻ്റെ ഇതിൽ എന്തൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത് സൈബർ ഇടത്തിലുള്ള കാര്യമാണ്. എന്നാൽ നേരിട്ടുള്ള കാര്യത്തിലും അതിലും നമ്മോട് പല ആളുകളും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ എന്താണ് പ്രശ്നം, ഇവിടെ ഇത്രയും കാലം ഇസ്ലാമിനെ വിമർശിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചോ, നിങ്ങൾ ആരെങ്കിലും ഇവിടെ കൊല്ലാൻ വന്നോ, നിങ്ങൾ ആരെങ്കിലും ഇവിടെ തല്ലാൻ വന്നോ, ഇതൊക്കെ കണ്ണടച്ചിട്ടാക്കലാണ്. ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ള ആളുകളെ മാത്രം ഒന്ന് എടുത്ത് നോക്കാം. ജബ്ബാർ മാഷിന് എത്രയോ തവണ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട്, ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്കുക, അറിയാൻ പറ്റും. നമ്മളിങ്ങനെ പോരുന്ന സമയത്ത് ഇവിടെ ഓൺലൈനിൽ മുഖം കാണിച്ച് ഇസ്ലാമിക വിമർശനം ചെയ്യുന്ന ആളുകളുടെ പാസ്റ്റിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരൊക്കെ നേരിട്ടത് എന്താണ്, നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്. അതുപോലെ തന്നെ ഇൻഫിഡൽസ് ക്ലബിൻ്റെ പാനലിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പാസ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ, പ്രസൻറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അവർ കുടുംബത്തിൽ നിന്ന് എന്ത് നേരിടുന്നു, സമൂഹത്തിൽ നിന്ന് എന്ത് നേരിടുന്നു. അപ്പോഴൊക്കെയും കണ്ണടച്ചിട്ടാക്കിക്കൊണ്ട് ഇവിടെ കുറേ ആൾക്കാർ പറയാണ്, നിങ്ങളെന്താ നേരിട്ട്, നിങ്ങൾ ആരാ എന്താ ചെയ്തത്. അങ്ങനെ അതിൽ ഈ ഒരു കൂട്ടത്തിൽ പ്രത്യക്ഷമായി മറ്റൊരു ഉദാഹരണമായി മാറാണ് എൻ്റെ ജീവിതവും. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്നറിഞ്ഞത് മുതൽ പലർക്കും വിറളി പിടിച്ചിരിക്കുകയാണ്. എൻ്റെ വീട്ടിലേക്ക് ഞാനില്ലാത്ത സമയം നോക്കിയിട്ട് അവിടെ ഒരു ഉസ്താദ് വരികയാണ്, ആളെ കൂടെ എൻ്റെ രളാപ്പയുണ്ട്. എന്നിട്ട് ആൾ പറയുന്നത് എന്താണ്, ആൾ പറയുകയാണ് ഉമ്മാനോടും ഉപ്പാനോടൊക്കെ പറയുന്നത്, നിങ്ങളെന്ത് ഉമ്മയാണ്, നിങ്ങളെന്ത് ഉപ്പയാണ്, ഇങ്ങനെയൊക്കെ അവൻ പറയുമ്പോൾ നിങ്ങൾ നോക്കി നിൽക്കുകയാണോ വേണ്ടത്, നിങ്ങളെങ്ങനെയാണോ ചെയ്യേണ്ടത്. ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ ഇപ്പോൾ തല വെട്ടിയിട്ടുണ്ടാകും, അവൻ്റെ തല വെട്ടിയിട്ടുണ്ടാകും. അതല്ല, ചില നാടുകളിലൊക്കെ ഇത്തരം ചെക്കന്മാരെ അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഇൻഡയറക്റ്റായിട്ട് തല്ലെങ്കിലും വേണം എന്നുള്ളൊരു സന്ദേശം, ഒരു സൂചന അവിടെ കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ അടുത്തത് പറയുന്നത്, ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ അവനെ പുറത്താക്കിയെങ്കിലും വേണം. ഇതാണ് പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത്. നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് അവനെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കണം, നിങ്ങൾ അവനോട് മിണ്ടാൻ പാടില്ല, ഉമ്മാനോട് ഉപ്പാനോട് പറയാണ്. എന്നിട്ട് ഉപ്പയെ പിന്നെ പ്രത്യേകം വിളിച്ചു കൊണ്ടുപോയിട്ട് അവിടെ എൻ്റെ മറ്റു ബന്ധുക്കളൊക്കെ കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കുകയാണ്. എന്തിനാണ്? എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കണം, ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റൂല. ഇതൊക്കെയാണ് സമാധാനം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, സമാധാന മതത്തിലെ സമാധാനം. നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ടല്ലോ, എന്താ അവിടെ വിമർശകർക്ക് പ്രശ്നം,
ഇസ്ലാമിനെ വിമർശിച്ച ഒരാൾ വരുമ്പോൾ അത് മാന്യമായിട്ട് പറഞ്ഞാൽ പോരെ, മാന്യമായിട്ട് പറഞ്ഞാൽ പോലെ എന്തെങ്കിലും ചെയ്യോ? ഞാൻ പറഞ്ഞു വെച്ചതിൽ എവിടെ മാന്യതക്കേടുള്ളത്? ഇവിടെ ഇൻ്റർനെറ്റിൽ ഇപ്പോൾ എൻ്റെ പേര് സെർച്ച് ചെയ്താൽ, ഇൻ്റർനെറ്റിലല്ല യൂട്യൂബിൽ നിങ്ങൾ എൻ്റെ പേര് സെർച്ച് ചെയ്താൽ നിങ്ങൾ എൻ്റെതായി കാണുന്ന വീഡിയോസിൽ എവിടെയെങ്കിലും നിങ്ങളൊരു മാന്യതയുടെ കുറവ് കണ്ടിട്ടുണ്ടോ? ഈ പറയുന്ന സമാധാന സന്ദേശവാഹകരോടാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും നുണ ഞാൻ പറഞ്ഞതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും മാന്യതയില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വാസ്തവമല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രമാണബദ്ധമായി നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താമെന്ന ഗ്യാരണ്ടിയിലാണ് ഞാൻ ഓരോന്നും പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ഉണ്ടായതെന്താ? അവനത് പറയാൻ പാടില്ലായിരുന്നു. അത് പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾ അവനെ പുറത്താക്കണം, നിങ്ങൾ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ എന്തൊരു ഉമ്മയാണ്, നിങ്ങളെന്തൊരു ഉപ്പയാണ് എന്നും പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്, അവരെ കോർണർ ചെയ്തിട്ട് അവരെ സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. എന്നും മാത്രമല്ല, ഇവിടെ നിങ്ങൾ ഈ പറയുന്ന വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, എന്താണ് എൻ്റെ ഉമ്മ ചെയ്തത്, എൻ്റെ ഉപ്പ ചെയ്തത്, എൻ്റെ സഹോദരങ്ങൾ ചെയ്തത് എന്നുള്ളത് നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. നിങ്ങളാരും കണ്ടിട്ടില്ല. 25-ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് വിശ്വാസം ഇല്ലാത്തതിൻ്റെ പേരിൽ, നമസ്കരിക്കാത്തതിൻ്റെ പേരിൽ എനിക്ക് അടി കിട്ടുന്നത്. അത് നിങ്ങൾ ഈ മൂല്യാർ, വീട്ടിൽ വന്ന മൂല്യാരോട് എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ആരാണ് എൻ്റെ നാട്ടിലുള്ള അത്തരത്തിൽ പ്രഷർ കൂടിയിട്ട് വീട്ടിൽ വരാനുള്ള സാധ്യതയുള്ള മൂല്യാർ ആരാണെന്നുള്ളത് എൻ്റെ നാട്ടിലുള്ള ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാകും. അയാൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അയാളോട് പറയാനുള്ളത്, എടോ താൻ പറഞ്ഞല്ലോ എന്തുമ്മയാണ് എന്തുപ്പയാണ് അവരെന്ത് പ്രതികരിച്ചു എന്നുള്ളത്. അവർ പ്രതികരിച്ചത് താൻ കണ്ടോ? പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് താൻ കണ്ടോ? ഇല്ലല്ലോ. എന്നോട് എൻ്റെ ഉമ്മയാണ് ആദ്യമായിട്ട് എന്നെ ഈ വിഷയത്തിൽ അടിക്കുന്നത്. എന്നെ അടിച്ചിട്ട്, ഞാൻ അത്രയും വലിയ ചെറുപ്പക്കാരനാണെങ്കിലും ഞാനതിനെ പ്രതിരോധിക്കാനൊന്നും പോയില്ല. ഉമ്മ അടിച്ചിട്ട് എന്നെ ബാത്റൂമിലേക്ക് തള്ളിയിടുകയാണ്. എന്തിനെന്നറിയോ? ഉളു ഉണ്ടാക്കുമെന്നും പറഞ്ഞിട്ട്, ഉളു ഉണ്ടാക്കി വാ എന്നിട്ട് നിസ്കരിക്കുമെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഉമ്മ നിൽക്കുകയാണ്, ബാത്റൂമിൻ്റെ വാതിൽക്ക് നിൽക്കുകയാണ്, ഞാൻ ഉളു ഉണ്ടാക്കണം അമ്മക്ക് കാണണം. അങ്ങനെ ഞാൻ ഉളു എടുത്തിട്ട് പിന്നെ ഉമ്മ കൊണ്ടുപോയിട്ട് റൂമിലിട്ട് എന്നെ പൂട്ടാണ്. ഇനി നിസ്കരിക്കാതെ നിന്നെ ഞാൻ റൂമിൽ നിന്ന് പുറത്ത് ഇറക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ഉമ്മ വാതിൽ തുറന്നു തന്നു. ഉമ്മ കരുതുന്നത് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഉമ്മ കരുതാനും കാരണമുണ്ട്. ആ ഒരു പ്രായത്തിനിടയിൽ എൻ്റെ ഉമ്മയപ്പ പറയുന്നത് ഞാൻ ധിക്കരിച്ചിട്ടില്ല. അവരെന്നോട് കണിശമായി പറയുന്നതൊന്നും ഞാൻ തട്ടിപ്പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നമസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയാണ് ഉമ്മാക്കുള്ളത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. ഞാൻ ആകെ കൂടെ എൻ്റെ ഉമ്മയെയും ഉപ്പയെയും ധിക്കരിച്ച് ഞാൻ ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം അത്രയും കാലത്തിൻ്റെ ഇടയിൽ മതപഠനത്തിന് പോയി എന്നുള്ളത് മാത്രമാണ്. മതം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പോയി എന്നുള്ളത് മാത്രമാണ് ഈ ഒരു കാലത്തിനിടയിൽ ഉമ്മയും ഉപ്പയും ധിക്കരിച്ച് ഞാൻ ചെയ്യുന്ന കാര്യം. എന്തായാലും ഉമ്മ വിശ്വസിച്ചു ഞാൻ നമസ്കരിച്ചിട്ടുണ്ടാകുമെന്ന്. ഉമ്മ വാതിൽ തുറന്നു തന്നു. അങ്ങനെ ഉമ്മ വാതിൽ തുറന്നു തന്നതിന് ശേഷം ഞാൻ ചെയ്യുന്ന പരിപാടി, ഞാൻ ഖുർആൻ എടുത്തിട്ട്, ഉമ്മ അടുക്കളയിലുള്ളത്, അടുക്കളയിൽ ഉമ്മാൻ്റെ അടുത്തുള്ള ടേബിളിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ ഇരുന്നു. എന്നിട്ട് ഞാൻ സൂറത്ത് നിസാ എടുത്തിട്ട് അരിജാലു ഖവ്വാമൂന അല നിസാ എന്ന് പറയുന്ന ആയത്ത് ഓതിയിട്ട് അതിൻ്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഉമ്മ ഇങ്ങനെ നോക്കുകയാണ് എൻ്റെ മുഖത്തേക്ക്. അങ്ങനെ അടിക്കാനൊക്കെ അനുവാദം കൊടുക്കുന്നുണ്ടോ ഖുർആനിൽ? ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഖുർആനിൽ പറയുന്നുണ്ടോ? അപ്പോൾ സ്ത്രീകൾക്ക് ഇവിടെ യാതൊരു വിലയില്ലേ എന്നുള്ള നിലക്കൊരു ചോദ്യമാണ് ഉമ്മ എന്നോട് ചോദിക്കുന്നത്. എന്നാലും ഉമ്മ അതിനെ നിഷേധിക്കാൻ തയ്യാറായിരുന്നില്ല. ഞാൻ നുണ പറയുകയാണ് എന്നുള്ള പക്ഷത്താണ് ഉമ്മ ഉണ്ടായിരുന്നത്. പിന്നീട് എൻ്റെ സഹോദരങ്ങൾ വന്നു. അന്ന് ഒരു 2 ദിവസത്തേക്ക് ഭീകരമായ വാഗ്വാദങ്ങളാണ്. അതിൽ ഉമ്മ, ഉപ്പ, സഹോദരങ്ങൾ ഇവരൊക്കെ സംസാരിച്ചു. അപ്പോൾ എന്നോടുള്ള സംസാരത്തിൽ അവർക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് അവസാനം അവർ ചെയ്യുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയാണ്. നിനക്ക് നിൻ്റെ മതം, ഞങ്ങൾക്ക് ഞങ്ങളെ മതം, നീ നിൻ്റെ വഴിക്ക് നടക്ക്, ഞങ്ങളെ വഴിക്ക് പോകാം എന്നുള്ള ഒരു നിസ്സഹായമായ സംസാരമാണ് അവിടെ ഉണ്ടായത്. കാരണം അവർക്ക് ഒരു പരിധിയിൽ കൂടുതലൊന്നും പറയാൻ കഴിയൂല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ മതം വിട്ടത് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ്, പബ്ലിക്കായിട്ട് പറയുന്നതിന് മുമ്പേ എനിക്കെതിരെയുള്ള പീഡനങ്ങൾ തുടങ്ങി എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായതാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ എൻ്റെ യുക്തിവാദം മതനിരാസം അറിഞ്ഞ ബന്ധുക്കളിൽ നിന്നും ഇത് നീ ആരോടും പറയാൻ പോകണ്ട, നീ ഇതാരോടും പറയരുത്, നീ ഇത് മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നുള്ള താക്കീതുകളൊക്കെ അവിടെ തന്നെ തുടങ്ങുന്നുണ്ട്. അതിപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉപദേശിയായ മൂല്യർ ഈ വിഷയത്തിൽ ഞാനെന്ത് പറഞ്ഞു എന്ന് കേട്ടുകൊണ്ട് എൻ്റെ നേരെ വന്ന് എൻ്റെ മുമ്പിലിരുന്ന് സംസാരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അയാളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് നേർക്ക് നേരെ മുന്നിലിരുന്ന് സംസാരിക്കാതിരുന്നത്? താങ്കൾക്കറിയാം
താങ്കൾ ഉത്തരം മുട്ടിപ്പോകുമെന്ന്. താങ്കൾക്കറിയാം താങ്കൾക്ക് എനിക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്ന്. എൻ്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ താങ്കൾ പതറിപ്പോകുമെന്നറിയാം. അതുകൊണ്ട് മാത്രമാണ് ഞാനില്ലാത്ത സമയം നോക്കി താങ്കൾ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ വന്നിട്ട് ആൾ പലതരം പ്രവർത്തനങ്ങൾ നടത്തുകയാണ്, ആളുകളെ കൂട്ടുകയാണ്. എൻ്റെ പല ബന്ധുക്കളോടും പറയുകയാണ്, ഇവൻ വഴി വെച്ച് പോയിട്ടുണ്ട്, ഇവനെ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കണം, നാട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള രീതിയിലുള്ള പരിപാടികളാണ്. ഏതായാലും ഭയങ്കരമായ സമ്മർദ്ദം ഇയാൾ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ മറ്റൊരാളാപ്പ വിളിക്കുന്നത്. ആൾ കുടുംബത്തിൽ ഒരു പക്ഷേ മതത്തിൻ്റെ പേരിൽ ആദ്യം ഒറ്റപ്പെടാൻ അനുഭവിച്ച അയാളായിരിക്കും. അത് മതം വിട്ടതിൻ്റെ പേരിലല്ല, മതത്തിൽ വ്യത്യസ്തമായ അതുവരെയുള്ള പാരമ്പര്യമായി ആളുകൾ പറയുന്ന കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പാത ആൾ തിരഞ്ഞെടുത്തു എന്നുള്ളതുകൊണ്ടാണ്. ആൾ മുജാഹിദായി, വഹാബിയായി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ആളെ. നാട്ടിലെ പല ഉസ്താദുമാരും ബന്ധുക്കളൊക്കെ ആളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. ആ എളാപ്പ വിളിച്ചിട്ട് പറയാണ്, ഓനെ അങ്ങനെ ഒറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഓനെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവനോട് സംസാരിക്കാനുള്ളത് നമുക്ക് സംസാരിച്ചാൽ പോരെ, അവൻ നമ്മുടെ ബന്ധുവല്ലേ, നമ്മുടെ ചോരയല്ലേ, അപ്പോൾ നമ്മൾ അവനോട് സംസാരിക്കുക, അല്ലാതെ അവനെ പുറത്താക്കാനോ അവനെതിരെ നടപടി എടുക്കാനോ അവിടെ പുറത്തുനിന്ന് ഒരാൾ ഉപദേശം എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആൾ ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ആ ഒരു കാര്യമൊക്കെ അവിടെ താൽക്കാലികമായി നിർത്തിവെക്കണം. താൽക്കാലികം എന്താ, ഞാൻ താൽക്കാലികം എന്ന് പറഞ്ഞെന്ന് ഇനി ബാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആൾ ഉദ്ദേശിച്ചിട്ടില്ല, ഈ ഗൾഫിൽ നിന്ന് വിളിച്ച ആൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നെ പുറത്താക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ആൾ ഈ ഒരു കാര്യം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വീട്ടുകാരുടെ ഒരു ബേജാറിന്, വീട്ടുകാർ അതുവരെ പേടിച്ചിരുന്നു, വളരെയധികം ഭയന്നിരിക്കുന്ന സന്ദർഭമായിരുന്നു. ആ സമയത്ത് ആൾ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർക്ക് ചെറിയൊരു ആശ്വാസമായി. പിന്നീട് എൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ, എൻ്റെ 2 എളാപ്പന്മാർ വേറെ വന്നിട്ട് എന്നോട് സംസാരിച്ചു. ഈ സംസാരിച്ച സമയത്ത് ആദ്യം വന്ന ആൾക്ക് പറയേണ്ടായിരുന്നത്, ഞാൻ വീഡിയോ ഒക്കെ റിമൂവ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. ഇനി പറഞ്ഞത് എന്ത് തന്നെയാണെങ്കിലും പറഞ്ഞതിൽ തെറ്റുണ്ട് എന്നൊന്നും ആൾക്ക് വാദമൊന്നുമില്ല. ആൾ പറയുന്നത് ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, മാപ്പ് പറഞ്ഞ് ഞാൻ പറഞ്ഞ തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യണം, എന്നിട്ട് അത് നെറ്റിലിടണം. ഇതൊക്കെയാണ് ആൾക്ക് പറയേണ്ടായിരുന്നത്. അതാ പറയുന്നതിൽ നിന്ന് എനിക്ക് വ്യക്തമാണ് മറ്റാരോ പറഞ്ഞു വിട്ടത് പ്രകാരമാണോ പറയുന്നത്, അല്ലാതെ ആളുടെ അഭിപ്രായമൊന്നുമല്ല പറയുന്നത്. എന്നോട് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു, അപ്പോൾ നിസ്കാരം തെറ്റാന്ന് നീ പറയുന്നത്, ദൈവം അല്ലെന്നപ്പോൾ നീ പറയുന്നത്, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്തായാലും നീ ചെയ്തത് വളരെ മോശം കാര്യമാണ്, നീ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ കുടുംബത്തിന് തന്നെ നീ ഒരു അപമാനമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാടിന് നീ ഒരു അപമാനമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ സമാധാനത്തിൻ്റെ വചനങ്ങളായിരിക്കും, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ആൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു. ഞാൻ എന്തുകൊണ്ടാണിത് ചെയ്യുന്നത് എന്ന ആളോട് ഞാൻ പറഞ്ഞു. ഇത് ആളുകൾക്കിടയിലുള്ള വെറുപ്പിൻ്റെ ആ ഒരു പ്രത്യയശാസ്ത്രം അകന്ന് പോകണം, ആളുകൾക്കിടയിൽ ഈ മതിലുകൾ ഉയർന്നത് നിൽക്കണം എന്നുള്ള സംഗതികൾ ഞാൻ ആളോട് പറയുമ്പോഴും ആൾക്ക് പറയാനുള്ളത്, നീ അത് റിമൂവ് ചെയ്യണം, നീ ആ വീഡിയോ റിമൂവ് ചെയ്യണം, നീ മറ്റൊരു വീഡിയോ ചെയ്യണം എന്നുള്ള പ്രഷറിങ് ഇങ്ങനെ ചെലുത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് മറ്റൊരാളാപ്പ് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എളാപ്പ എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എൻ്റെ ഒരു വലിയ കുടുംബമാണ്, അപ്പോൾ ഒരുപാട് എളാപ്പന്മാരുണ്ട് എനിക്ക്. അതായത് വല്യുപ്പാൻ്റെ അനിയന്മാരായിട്ടും പിന്നെ ഉപ്പയുടെ കസിൻ ബ്രദേഴ്സായിട്ട് കുറേ എളാപ്പന്മാരുണ്ട്. അപ്പോൾ അതിൽ മറ്റൊരെളാപ്പ വീട്ടിലേക്ക് കയറി വരികയാണ്. ആൾ എന്നോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു ബാധ്യത ഉണ്ട്, നമ്മൾ മുസ്ലിങ്ങളാണല്ലോ, അപ്പോൾ ആ നിലക്ക് നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ട, നിന്നെ ഉപദേശിക്കേണ്ട ഒരു ബാധ്യത ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്, പിന്നൊക്കെ നിൻ്റെ തീരുമാനമാണ്. ഞങ്ങൾക്കാകെ അറിയേണ്ടത് ഈ കുടുംബത്തിനെ നീ കുടുംബമായിട്ട് തന്നെയല്ലേ കാണുന്നത് എന്നാണ് ആൾ ചോദിച്ചത്. അപ്പോൾ ഞാൻ കുടുംബത്തിനെ കുടുംബമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ പിന്നെ ആൾക്കത് കേട്ടാൽ മതി. പിന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ആൾ കേട്ടതോട് കൂടിയിട്ട് ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ആൾ എന്നോട് പറഞ്ഞു, ഓക്കെ, നീ കാര്യങ്ങൾ ചിന്തിക്ക്, ഏതായാലും നീ തിരിച്ചു വരുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം, ഏതായാലും ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ എളാപ്പ വരുന്നതോട് കൂടിയിട്ട് രംഗം മാറുകയാണ്. അതുവരെയുള്ള ഒരു സമ്മർദ്ദത്തിൻ്റെ ഒരു രംഗം മാറിയിട്ട് അവിടെ ഒരു ആശയ സ്വാതന്ത്ര്യത്തിൻ്റെ രംഗം വെളിപ്പെടുകയാണ്. അങ്ങനെ അവർ എണീറ്റ് പോയി. എന്നാൽ പിന്നെ ഉണ്ടാകുന്ന മറ്റൊരു സംഗതിയുണ്ട്. എൻ്റെ എളാപ്പന്മാരിൽ, എൻ്റെ ബന്ധുക്കളിൽ ഉസ്താദായിട്ടുള്ള, എന്നെ പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു ബന്ധു വിളിക്കുകയാണ്. ആൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്നോട് നേരിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടണം എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ള പരാതി ഞാൻ ആരും പരിഗണിക്കുന്നില്ല എന്നൊരു പരാതിയൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർ പറയുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഇവരോടെല്ലാവരോടും ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങളെ ഞാൻ പരിഗണിക്കുന്നുണ്ട്, ഒരു വിശ്വാസി എന്ന നിലക്ക് നിങ്ങളുടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ ഇരുന്ന് തന്നത്. നിങ്ങളെ ഉപദേശിക്കാൻ വന്ന സമയത്ത് നിങ്ങളോട് മറുത്തൊരു വാക്ക് പറയാതെ നിങ്ങളുടെ ഉപദേശങ്ങൾ കേട്ട് നിൽക്കുന്നത് നിങ്ങളുടെ വിശ്വാസി എന്ന നിലക്കുള്ള ബാധ്യത വീടിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. എന്ന് കരുതി എന്നെ സമ്മർദ്ദം ചെലുത്താനോ എൻ്റെ തീരുമാനങ്ങൾക്ക് മുകളിലൊരു
ഭരണം കൊണ്ടുവരാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാധ്യത നിറവേറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന് തരുന്നുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കാം, ഞാനത് കേൾക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഉസ്താദായിട്ടുള്ള എൻ്റെ എളാപ്പാനോട് ഞാനത് പറഞ്ഞു, ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ അറിയിച്ചു. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ മറ്റൊരു സമാധാനത്തിൻ്റെ സംഗതി ഉണ്ട്. അതാണ് ഞാൻ പിന്നെ അടുത്തതായിട്ട് പറയാനുണ്ട് എന്ന് പറഞ്ഞത്. എൻ്റെ നാട്ടുകാരിൽ ചിലരും എൻ്റെ ബന്ധുക്കളിൽ ചിലരൊക്കെ ആളെ വിളിക്കുന്നുണ്ട്, ഇടയ്ക്കിടെ വിളിക്കുന്നുണ്ട്. എന്തിനാ വിളിക്കുന്നതെന്ന് അറിയോ? അവനെ വെറുതെ വിട്ടാൽ പറ്റൂല, നമുക്ക് അവനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ, ഇതാണ് പറയുന്നത്. എന്താണ് എന്തെങ്കിലും? ആദ്യം ഒന്ന് ഉപദേശിച്ച് നോക്കും. ഉപദേശിച്ചിട്ട് ഇവരുദ്ദേശിച്ച റൂട്ടിലേക്ക് വരുന്നില്ല എങ്കിൽ അവിടെ പുറത്താക്കും, വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നും പുറത്താക്കാനുള്ള പരിപാടികൾ നോക്കും. ഇതല്ലാതെ മറ്റൊന്നുമല്ല ഈ എന്തെങ്കിലും. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ബാധ്യത വീടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ എന്നോട് വന്ന് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഇരുന്ന് തരുന്നത്, നിങ്ങളെ കേൾക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ശരിക്കും മതത്തിൻ്റെ അധ്യാപനം എന്താണ്? നിങ്ങൾ ഒരാൾ തെറ്റ് ചെയ്തതായി കണ്ടാൽ ആദ്യം കൈകൊണ്ട് തടയാനാണ് പറയുന്നത്, പിന്നീട് വാക്കുകൊണ്ട്, അത് കഴിഞ്ഞ് മനസ്സുകൊണ്ട് വെറുക്കുക. ഇതിന് കഴിഞ്ഞിട്ടില്ലെങ്കിലാണ് ഇതൊക്കെ. ആദ്യം കൈകൊണ്ട്, ആദ്യം തന്നെ കയ്യാങ്കളിയാണ്, ആദ്യം തന്നെ കൈകൊണ്ട് തടയാനാണ് പറയുന്നത്. അതിന് കഴിയില്ലെങ്കിൽ വാക്കുകൊണ്ട്. അപ്പോൾ കയ്യാങ്കളിക്ക് കഴിയാത്തത് കൊണ്ട് എന്നെ വാക്കുകൊണ്ട് നിങ്ങൾ സമീപിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അതിനും കഴിയില്ലെങ്കിൽ പിന്നെ മനസ്സുകൊണ്ട് വെറുക്കാനാണ് പറയുന്നത്. ഞാൻ സത്യമെന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുപോകുന്നതിന്, ഞാൻ ആ ഒരു മനസ്സിലാക്കൽ മറ്റുള്ള ആളുകൾക്ക് പങ്കുവെക്കുന്നതിന് ഒക്കെ എതിരായിട്ട് നിങ്ങൾ എന്നെ വെറുക്കുന്നു. നിങ്ങൾക്ക് അത്രമാത്രം വെറുപ്പുള്ള ഒന്നായിട്ടാണ് ഇവിടെ ഈ ഒരു യുക്തിവാദം അല്ലെങ്കിൽ ഈ ഒരു മതനിരാസം എന്നുള്ളത് കാണപ്പെടുന്നത്. അതേസമയം ഞാൻ പറഞ്ഞല്ലോ, നിരവധി ക്രൈമുകൾ ഏതെടുത്താലും ഇതിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന വെറുപ്പ് എന്നുള്ളത് ഇവിടെ പള്ളികളിലും മദ്രസകളിലും മറ്റൊക്കെ പിടിക്കപ്പെടുന്ന എത്രയോ മദ്രസ മുഅല്ലിമുകൾ, അതുപോലെ മുദദ്ദിസുമാർ, അതുപോലെ ഒരുപാട് പേർ അവർ ചെയ്ത ക്രൈമുകൾ, അവർ പഠിപ്പിച്ച കുട്ടികളോട് മോശമായി പെരുമാറിയത്, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പിടിക്കപ്പെടുന്നതായ മദ്രസ മുഅല്ലിമുകൾ, മുദദ്ദിസുമാർ, അവരെ കുറിച്ചൊക്കെ പറയുന്നത്. അങ്ങനെയുള്ളവരോടുള്ള സമീപനം എന്താണ്? ഇത്രത്തോളം വെറുപ്പും അറപ്പും തടയാൻ ശ്രമിക്കലും ഇത്ര ആത്മാർത്ഥമായി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ സ്വർണം കടത്തിയതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട ഒരു മുഷാവറ മെമ്പർ വരെ ഈ പറഞ്ഞ മതസംഘടനകളുടെ തലപ്പത്തുള്ള ആളുകളിലുണ്ട്. അയാൾക്കെതിരെ നിങ്ങൾ എന്താണ് ചെയ്തത്? അയാളോട് വെറുപ്പിൻ്റെ ഒരു കണികയെങ്കിലും നിങ്ങൾക്ക് തോന്നിയോ? എന്നാൽ അതിന് പകരം ഇവിടെ ഹക്ക് എന്താണെന്ന് മനസ്സിലാക്കിയ ഹക്ക് പറയാൻ തയ്യാറായ, പറഞ്ഞതിൽ പിഴവുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ് എന്ന് പറയുന്ന എന്നോട് നിങ്ങൾക്ക് വെറുപ്പാണ്. ഇതാണ് ഈ ഒരു സമാധാനത്തിൻ്റെ പ്രത്യേകത. നിങ്ങളീ പറയുന്ന സമാധാനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾക്കുള്ള ഒരു പ്രത്യേകത ഞാനീ പറയുന്നത്. എല്ലാവർക്കും ആശയ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ നിന്നിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് മുഖം വെളിപ്പെടുത്തി വന്നുള്ള കുഴപ്പം. നമ്മൾ മുഖം വെളിപ്പെടുത്തിയിട്ടൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും നമ്മളെ പല രീതിയിൽ ആക്രമിക്കാനും വളരെ എളുപ്പമാണ്. ശരിക്കും നിങ്ങൾക്ക് മുഖം വെളിപ്പെടുത്തി പറഞ്ഞാൽ എന്താ എന്നുള്ള വിശ്വാസികളുടെ ചോദ്യം തന്നെ ഒരു ട്രാപ്പാണ്. നിങ്ങളിത് മുഖം വെളിപ്പെടുത്തി പറഞ്ഞിട്ട് വേണം നിങ്ങൾക്കെതിരെയുള്ള പണി ഞങ്ങൾക്ക് തുടങ്ങാൻ എന്നാണ് പറയുന്നത്. അതല്ല എങ്കിൽ ഇങ്ങനൊന്നും ഞാൻ ഫേസ് ചെയ്യില്ലായിരുന്നല്ലോ. ഇത് ഞാൻ മാത്രം ഫേസ് ചെയ്യുന്നൊരു സംഗതിയല്ല. ഇവിടെ നിങ്ങൾ മുഖം വെളിപ്പെടുത്തിയുമല്ലാതെയും വ്യക്തിപരമായ വിവരങ്ങൾ ലഭ്യമാകുന്ന രീതിയിൽ ഇവിടെ വിമർശന രംഗത്തുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കും, അവരുടെ അനുഭവങ്ങളൊന്നും ചോദിച്ചു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരാളുടെ മാത്രം കഥയല്ല എന്ന്. പിന്നെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പറയാം ഇതൊക്കെ അപൂർവമായി സംഭവിക്കുന്നൊരു സംഗതിയാണ്, അതൊക്കെ വല്ലപ്പോഴും സംഭവിക്കുന്നൊരു സംഗതിയാണ്, ആർക്കെങ്കിലുമൊക്കെ സംഭവിക്കുന്ന സംഗതിയാണ്. എന്നാൽ ഇങ്ങനെ സംഭവിക്കാത്ത എത്ര പേരുണ്ട് എന്നൊന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കണം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് തിരഞ്ഞു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ, അതല്ല കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ ആരോടും ഒന്നും തന്നെ പറയാനില്ല. ഇതൊക്കെ കേൾക്കാൻ മനസ്സുള്ളവരോട് നമ്മൾ പറയുന്നു എന്ന് മാത്രം, അല്ലാത്തവരോട് ഒന്നും പറയാനുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ പുറത്താക്കണമെന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ബലാത്സംഗം ചെയ്തിട്ടാണോ? അതോ ഇനി കഞ്ചാവ് കടത്തിയിട്ടാണോ? ഇനി അതുമല്ല സ്വർണം വല്ലതും കടത്തിയിട്ടാണോ? അതും അല്ലാത്ത വേറെ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടാണോ? എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടാണോ? അല്ല. പിന്നെ ഞാൻ പഠിച്ച സത്യം, ഞാൻ കണ്ടെത്തിയ സത്യം, ഞാൻ മനസ്സിലാക്കിയ സത്യം, അത് പറഞ്ഞതിന്,
1400 വർഷം മുമ്പ് ഇവിടെ നമുക്ക് ദൈവത്തിൻ്റേതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട സംഗതി ദൈവത്തിൻ്റേതല്ല എന്ന് എൻ്റെ മനസ്സിലാക്കൽ, ആ മനസ്സിലാക്കലാണ് ഇവർക്ക് പ്രശ്നമായത്. അത് മാത്രമാണ് പ്രശ്നമായത്. അതല്ലാതെ ഞാനിവിടെ സമൂഹത്തിന് ഭീഷണിയാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യം ചെയ്തതിൻ്റെ പേരിലല്ല. അത്തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അവർ വിശ്വാസികളാണെങ്കിൽ ഏതാനും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവരോടുള്ള പരാതിയും പരിഭവമൊക്കെ മാറ്റിവെച്ച് പിന്നീട് സ്വീകരിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇല്ലേ? ഇവിടെ പീഡനത്തിൻ്റെ പേരിൽ നമ്മൾ പറഞ്ഞ ചില ഉസ്താദുമാരൊക്കെ, നമ്മൾ വാർത്തകൾ കണ്ട ഉസ്താദുമാരൊക്കെ പിന്നീട് പല പള്ളികളിലും ജോലിക്കും പിന്നീട് പല പ്രഭാഷണ വേദികളിലും പ്രഭാഷണത്തിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എന്നാൽ അതേസമയം സത്യമെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ സത്യമെന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ പറഞ്ഞതിന്, ആശയ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമുള്ള ഈ രാജ്യത്ത്, വിമർശന സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് ഞാൻ കണ്ടെത്തിയ കാര്യം അത്രയധികം ആക്ഷേപ സ്വരത്തിലല്ലാതെ, അധിക്ഷേപ സ്വരത്തിലല്ലാതെ വളരെ മാന്യമായി പറഞ്ഞതിൻ്റെ പേരിലാണ്. ഞാൻ സത്യമെന്ന് മനസ്സിലാക്കിയത് പറഞ്ഞതിൻ്റെ പേരിലാണ്. കളവ് പറഞ്ഞതിൻ്റെ പേരിലല്ല, മതനിന്ദ നടത്തിയതിൻ്റെ പേരിലല്ല എന്നെ പുറത്താക്കാൻ പറയുന്നത്. എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള സംഗതി കൊണ്ട് വരുന്നത്, അവനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണ്ടേ എന്നുള്ള ആശങ്ക ഉയരുന്നത്. നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ള ഒരു തെറ്റും ഞാനിതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഞാൻ ചോദിക്കട്ടെ, ഇതല്ലാതെ വേറെന്തെങ്കിലും തെറ്റ് നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? വർഷങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി വിയർപ്പൊഴുക്കി ഞാൻ അധ്വാനിച്ചത് നിങ്ങൾ കണ്ടവരാണല്ലോ. വെള്ളക്കുപ്പായമിട്ട് നിങ്ങൾക്കിടയിലൂടെ നടന്നതും, അവിടെ പള്ളിയിലും പരിസരത്തും അതിനു വേണ്ടതായ സേവനങ്ങളും കാര്യങ്ങളും ചെയ്ത് ഞാൻ നടന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച എൻ്റെ പ്രസ്ഥാനക്കാർ കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ വീട്ടുകാർ കണ്ടിട്ടുണ്ടല്ലോ, എൻ്റെ ബന്ധുക്കൾ കണ്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നു, അറപ്പ് തോന്നുന്നു, എന്നെ നിങ്ങൾക്ക് പുറത്താക്കണമെന്നും എന്നെ നിങ്ങൾക്ക് ഒറ്റപ്പെടുത്തണമെന്നും തോന്നുന്നു, മാറി നിന്ന് കുറ്റം പറയണമെന്നും നേരെ കാണുമ്പോൾ കുത്തി പറയണമെന്നും തോന്നുന്നു. എന്തിൻ്റെ പേരിൽ? ഞാൻ മനസ്സിലാക്കിയ സത്യത്തെ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതിൻ്റെ പേരിൽ. നിങ്ങളൊന്ന് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഞാനെന്ത് പറഞ്ഞു വെച്ചത് വഴിയിൽ തടഞ്ഞു നിർത്തി ചോദിക്കാനല്ലേ ഈ പറയുന്നത്. ഞാനിവിടെ ഒരുപാട് ചോദ്യങ്ങൾ വരും എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും പൊതുവായി ഞാൻ പറഞ്ഞു വെച്ച ചില മറുപടികൾ ഇവിടെ ഉണ്ട് യൂട്യൂബിൽ. അത് നിങ്ങൾക്ക് ആർക്കും കേൾക്കാൻ യാതൊരു മനസ്സുമില്ല. നിങ്ങൾക്ക് ആർക്കും അത് കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് മാത്രം ചെയ്താൽ മതി. ഞാൻ എന്ത് പറഞ്ഞു എന്നറിയണ്ട, ഞാൻ എന്തിനാണത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയണ്ട. നിങ്ങൾക്കാകെ ചെയ്യേണ്ടത് എന്നെ ഒറ്റപ്പെടുത്തുക, എന്നെ കുറ്റപ്പെടുത്തുക, എന്നെ മാറ്റി നിർത്തുക, അത്രമാത്രം മതി. ഇതൊക്കെയാണ് സമാധാന മതത്തിൻ്റെ, അല്ലെങ്കിൽ സമാധാന സന്ദേശ വാഹകരുടെ ഒക്കെ മഹത്വങ്ങൾ. അതുപോലെ നേരിട്ട് മുഖം കാണിച്ച് വരുമ്പോഴുള്ള പ്രയാസങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാത്ത മറ്റൊരു സംഗതിയുണ്ട്. ഇവിടെ സത്യദീൻ പറയാനും പലരും മുഖം കാണിച്ചു വരാത്തതിൻ്റെ പ്രശ്നവും പ്രയാസവും എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത്രമാത്രം മോശപ്പെട്ട കാര്യമാണത്. നിങ്ങളിപ്പോൾ നമ്മൾ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആളുകൾ ഫേക്ക് ഐ ഡിയിൽ വരുമ്പോൾ അത് മോശക്കാരായതുകൊണ്ടാണെന്ന് സമർത്ഥിക്കുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ മതവും ഇത്ര മോശപ്പെട്ട സാധനം ആയതുകൊണ്ടാണോ അതിനെക്കുറിച്ച് പറയുന്ന ആളുകൾ ഈ ഫേക്ക് ഐ ഡിയിൽ സ്വന്തം മുഖമൊന്നും കാണിക്കാതെ വരുന്നത്? അത് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ ഞാൻ ഒരു കൂട്ടരെ വിസ്മരിക്കുന്നില്ല. എന്നോട് വളരെ മാന്യമായി തന്നെ പെരുമാറിയ, എന്നെ പഠിപ്പിച്ച ഉസ്താദുമാരുണ്ട്. അവരെന്നെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എങ്ങനെയോ വഴിതെറ്റിപ്പോയി, എങ്ങനെയെങ്കിലും അയാളൊന്ന് നേർമാർഗത്തിലാവട്ടെ എന്നുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയും പ്രവർത്തനങ്ങളൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. അല്ലാതെ ഒരു വെറുപ്പോട് കൂടിയുള്ള മാറ്റി നിർത്തലല്ല അവരുടെ ഭാഗത്തു നിന്നുള്ളത്. അതും ഞാനിവിടെ വിസ്മരിക്കുന്നില്ല. എന്നാൽ എല്ലാവരും ഈ ഒരു രീതിയിലല്ല പെരുമാറുന്നത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇവർ നമ്മുടെ ആളെണ്ണം നോക്കുകയാണെങ്കിൽ കൂടുതൽ പേരും എന്തെങ്കിലും പണി എനിക്ക് തരണം എന്നുള്ള രീതിയിലുള്ള മനോഭാവത്തിലാണ് ഉള്ളത്. നിനക്ക് മിണ്ടാതിരുന്നുകൂടെ? നിനക്ക് ഇത് വിശ്വസിച്ചുകൂടെ? നിനക്കെന്താ അങ്ങോട്ട് വിശ്വസിച്ചാൽ? നിനക്കെന്താ ഇതൊക്കെ ചെയ്താൽ എന്താ നിനക്ക് ഇത് നഷ്ടം വരാനുള്ളത്? ഇതൊക്കെയാണ് പിന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിനോട് വളരെ വ്യക്തമായൊരു മറുപടി പറയാം. നിങ്ങളെ ഒരാൾ വിളിച്ചിട്ട്, ഇപ്പോൾ സംഘപരിവാറിൻ്റെ ആളുകളിൽ ആരെങ്കിലുമൊക്കെ നിങ്ങളെ പിടിച്ച് നിർബന്ധമായിട്ട് നിങ്ങളോട് പറയാണ്, നിങ്ങൾ ജയ് ശ്രീറാം എന്ന് വിളിക്കണം, നിങ്ങൾ ഹിന്ദുവാകണം, ഗർവാപ്പസി നടത്തണം എന്ന് പറഞ്ഞ് നിങ്ങളെ നിർബന്ധിക്കുന്ന സമയത്ത്, സമ്മർദ്ദം ചെലുത്തുന്ന സമയത്ത് എത്രത്തോളം പ്രയാസം നിങ്ങൾക്കുണ്ടാകും ഉള്ളിൽ?
അത്രത്തോളം പ്രയാസം തന്നെയാണ് എൻ്റെ മനസ്സിലാക്കലിനെതിരായിട്ട് നിലകൊള്ളണമെന്ന് നിങ്ങൾ നിർബന്ധിക്കുന്ന സമയത്ത് എനിക്കുണ്ടാവുന്നത്. ഈ രീതിയിലുള്ള അക്രമങ്ങൾ നിങ്ങൾക്ക് ഒരു പക്ഷേ, അതായത് ഈ വിശ്വാസികൾക്ക് ഒരു പക്ഷേ സമാധാനം തരുമായിരിക്കും, എന്നാൽ അത് നിങ്ങളുടെ സമാധാനം കെടുത്താൻ പോകുന്ന ഒന്നാണ് എന്നൊരു മുന്നറിയിപ്പ് എനിക്ക് തരാനുണ്ട്. അതെന്താണ് അങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. നിങ്ങൾക്കറിയാമോ, 4 വർഷം മുമ്പേ എൻ്റെ വിശ്വാസം പോയതാണ്. 4 വർഷം മുമ്പേ എൻ്റെ വിശ്വാസം പോയിട്ടും ഞാനെന്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാതിരുന്നത് എന്താണ്? പൊതുജന മധ്യത്തിൽ ഞാൻ ഇറങ്ങാതിരുന്നത് എന്താണ്? ഇതേപോലെ മുഖം കാണിച്ച് ഞാൻ വരാതിരുന്നത് എന്താണ്? കാരണം എനിക്കതിന് മോശമായി ഒരനുഭവം ഉണ്ടായിട്ടില്ലായിരുന്നു. അത് പലർക്കും അറിയാത്തത് കൊണ്ട് കൂടിയാണ്, ഞാൻ എന്താണ് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് കൂടിയാണ് ആ ഒരു അക്രമം ഇല്ലാതിരുന്നത്. എന്നാൽ കൂടി എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമോ കാര്യങ്ങളോ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ ആരോടും പറയാനും പോയില്ല, ഞാൻ ഈ വിഷയത്തിൽ ആരോട് ചർച്ച ചെയ്യാനൊന്നും പോയില്ല. ഇതറിഞ്ഞ ഉസ്താദുമാർ എന്നോട് പറഞ്ഞത്, ഞാൻ അവരോട് ഓൺലൈനായിട്ട് ഈ ഒരു പഠനം ഞാൻ പുനരാരംഭിക്കാൻ പോകുകയാണ്, മതപഠനം അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചർച്ചകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വിശകലനങ്ങൾ ഞാൻ ഓൺലൈനായിട്ട് ഞാൻ ചെയ്യാൻ പോകുകയാണ് എന്ന് പറഞ്ഞ സമയം 4 വർഷം മുമ്പാണ്. അന്ന് അവർ പ്രിയപ്പെട്ട 2 ഉസ്താദുമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അവർ പറഞ്ഞു അത് നല്ലതിനല്ല, നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ അതുപോലെ തന്നെ എനിക്കെതിരെ ത്രെറ്റൊന്നുമില്ല, അതുപോലെ വലിയ ഭീഷണിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നതുകൊണ്ട് ഞാനതൊന്നും ചെയ്തില്ല. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ വരുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയത്, ഞാൻ യുക്തിവാദിയാണ് എന്ന് അറിഞ്ഞു തുടങ്ങിയത് മുതൽ പലരും എന്നോട് മുഖം തിരിച്ചു തുടങ്ങി, പലരും എന്നോട് പിണങ്ങി തുടങ്ങി, പലരും എന്നെ ഒറ്റപ്പെടുത്താൻ ഉള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. പലരോടും പറഞ്ഞു തുടങ്ങിയത് അവനോട് മിണ്ടാൻ പാടില്ല, അവനോട് മിണ്ടാൻ പോകണ്ട, അവൻ ഒറ്റപ്പെടുത്തണം, അവനെ അടുപ്പിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനിയും ഞാൻ മിണ്ടാതിരിക്കുന്നതിൽ അർത്ഥമില്ല. ഇനിയും ഞാനിങ്ങനെ നിൽക്കുമ്പോൾ, ഇവർക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു സാധുവായി മിണ്ടാതിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ പേടിച്ചിട്ട് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു, അങ്ങനെ ഒരു പേടിച്ച് നിൽക്കേണ്ട സിറ്റുവേഷൻ എനിക്കില്ല, അങ്ങനെ പേടിക്കേണ്ട കാര്യവും എനിക്കില്ല. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി ഞാൻ കണ്ടെത്തിയ സത്യത്തിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. അഭിനയിച്ച് നിൽക്കാൻ, ഇരട്ടമുഖം കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ മതം എന്നെ പഠിപ്പിച്ച മുനാഫിക്ക്, കപട വിശ്വാസി എന്ന ലേബലിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുസ്ലിം ആണെങ്കിൽ മുസ്ലിം, മുർത്തദ് ആണെങ്കിൽ മുർത്തദ്, അതിനിടയിലൊരു സാധനം വേണ്ട എന്നുള്ള ഉറച്ച ആ ഒരു നിലപാടിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു രീതിയിൽ ജീവിച്ചു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പലർക്കും വെറുക്കപ്പെട്ടവനാകുമ്പോൾ, വേണ്ടാത്തവനാകുമ്പോൾ ഞാൻ പിന്നെ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് വലിയ അർത്ഥമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പിന്നീട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ എന്നെ നിങ്ങൾ അതിൻ്റെ പേരിൽ വീണ്ടും നിങ്ങൾ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ മാനസികമായോ ശാരീരികമായോ അതല്ലെങ്കിൽ കുടുംബത്തിലൂടെ എൻ്റെ ബന്ധുക്കളെയോ എൻ്റെ വീട്ടുകാരെയോ പ്രഷർ ചെലുത്തിക്കൊണ്ടോ നിങ്ങൾ അക്രമത്തിലേക്ക് മുതിരുമ്പോൾ, നിങ്ങൾ പലതരം സമ്മർദ്ദങ്ങൾ ചെലുത്താൻ മുതിരുമ്പോൾ എനിക്ക് നൽകാനുള്ള മുന്നറിയിപ്പ്, നിങ്ങൾ ഇതൊക്കെ എത്രത്തോളം തുടരുന്നോ, എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നോ, അത്രത്തോളം ശക്തമായ വിമർശനത്തിലേക്ക് ഞാൻ കടക്കും, അത്രത്തോളം ശക്തമായ വിമർശനത്തിൻ്റെ പാതയിലേക്ക് ഞാൻ കടക്കും. അത് നിങ്ങൾക്ക് അത്രത്തോളം ദോഷം ചെയ്യും. നിങ്ങളിതുവരെ കേൾക്കാത്ത രീതിയിൽ, നിങ്ങളിതുവരെ മനസ്സിലാക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ വലിച്ചു പുറത്തിടും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പുറത്തെത്താതിരിക്കാൻ, അതുപോലെ രൂക്ഷമായ ഭാഷയിലുള്ള എൻ്റെ വിമർശനം കേൾക്കാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുക, ഞാൻ എൻ്റെ വഴിക്കും പോകും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുക. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് എൻ്റെ ജീവിതം താറുമാറാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നതാണ് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. അതിനുമപ്പുറം നിങ്ങൾ കടക്കും തോറും, നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരാനുള്ളൊരു വ്യഗ്രത കാണിക്കും തോറും അത് നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കുക, നിങ്ങളുടെ വിശ്വാസത്തിന് തന്നെയാണ് അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ അത് വേണോ വേണ്ടേ എന്ന് ആലോചിച്ചിട്ട് മാത്രം ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നാൽ മതി. അല്ലെങ്കിൽ പിന്നീട് ഖേദിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാനിപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണ്, വീണ്ടും പുനർപഠനങ്ങൾക്കും പുനർചിന്തകൾക്കും ഒക്കെ ഞാൻ തയ്യാറാണ്. എന്നാൽ അത് സ്വകാര്യമായ ഇടങ്ങളിലോ സ്വകാര്യമായ ചർച്ചകളിലോ അല്ല. അതിൻ്റെ കാരണം ഒരുപാട് പേര് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് സമയം അവിടെ വെറുതെ പോകുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സ്വകാര്യമായ ഇത്തരം ചർച്ചകളിൽ പലരും വളരെ മോശമായിട്ടുള്ള സംസാരത്തിലേക്കും ഭീഷണിയിലേക്കും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതങ്ങോട്ട് നിർത്താം. പകരം എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ, എന്നോട് സംവദിക്കാൻ, ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇൻഫിഡൽ ടീം അവസരമൊരുക്കും. ആ യൂട്യൂബ് ചാനലിൻ്റെ അഡ്മിനുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആൾ അതിനുള്ള അവസരം തീർച്ചയായിട്ടും ഒരുക്കും. നമുക്ക്
പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പൊതുമധ്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓൺലൈനായിട്ട് ഒരു ലൈവ് സ്ട്രീം നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം മറ്റോ സംഘടിപ്പിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് വന്നിട്ട് എന്നോട് മാത്രമായിട്ട് സംസാരിക്കണമെങ്കിൽ അങ്ങനെ സംസാരിക്കാം. നമുക്കങ്ങനെ സംസാരിച്ച് ഓരോന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ ഓൺലൈനാക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തന്നെ ഒരുപാട് പേർക്ക് ചോദിക്കാനുണ്ടാവും. അപ്പോൾ ആ ഒരു ചോദ്യത്തിനെ അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നതിലൂടെ ഒരുപാട് പേർക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവിടെ ആയി മാറും. അപ്പോൾ ഈ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നത് അവിടെ നിൽക്കും. ഇതും കൂടി അതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. എപ്പോഴും ഞാൻ പറയുന്നത് ചർച്ച ചെയ്യാമെന്ന് തന്നെയാണ്. ഞാനിവിടെ ഒരു ഉറച്ച തീരുമാനത്തിലെത്തി നിങ്ങൾ ഇങ്ങോട്ട് മുണ്ടണ്ടെന്നല്ല പറയുന്നത്. ഞാൻ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണ്, എന്നാൽ ഈ രീതിയിലാണെന്ന് മാത്രം. നിരന്തരമായ തുടർന്നുള്ള പഠന മനനങ്ങളിൽ ചിന്തകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായ സംഗതികളുണ്ട് എന്ന് ബോധ്യമായാൽ തീർച്ചയായിട്ടും അത് മാറ്റം വരുത്തന്നെ ചെയ്യും. അത്തരം ബോധ്യങ്ങളുടെയും മാറ്റം വരുത്തലുകളുടെയും ഒക്കെ ഭാഗമായി തന്നെയാണ് ഇന്ന് നിൽക്കുന്നിടത്ത് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത്. എല്ലാത്തരം പ്രസ്ഥാനങ്ങളുമായിട്ടും മറ്റൊക്കെ നടത്തിയ സംവാദങ്ങൾ, ചർച്ചകൾ എല്ലാം തന്നെയാണ് ഇന്ന് നിൽക്കുന്നിടത്തേക്ക് എന്നെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ പലർക്കും മനസ്സിലുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എന്നോട് പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നീ എന്തിനാണ് നിനക്കിത് പറയാതിരുന്നൂടെ, പ്രകടിപ്പിക്കാതിരുന്നൂടെ, നീ എന്തിനാണിത് പറയുന്നത്, പ്രകടിപ്പിക്കുന്നത് എന്നുള്ള സംഗതിയാണ്. എന്നാൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ആദ്യം ഒരു സംഗതി പറഞ്ഞു തന്നിട്ട് ആ കാര്യത്തിലുള്ള എൻ്റെ നിലപാട് ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം. അതായത് സൂറത്തുൽ അൻആമിൽ 108-ാമത്തെ ആയത്ത് നിങ്ങളിങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം കദാലിക സയ്യന്നാ ലികുല്ലി ഉമ്മത്തിൻ അമലുഹും സുമ്മ ഇലാ റബ്ബിഹിം മർജിഉഹും ഫയുനബ്ബിഉഹും ബിമാ കാനൂ യഅമലൂൻ. ഇതിലാദ്യ ഭാഗം വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. നിങ്ങളൊരിക്കലും നിങ്ങളുടെ സഹോദര സമുദായക്കാരായിട്ടുള്ള ആളുകളുടെ അള്ളാഹു അല്ലാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മറ്റ് ദൈവങ്ങളെ നിങ്ങളൊരിക്കലും വത്സിച്ച് പറയരുത്, അവർ നിന്ദിച്ചുകൊണ്ട് നിങ്ങൾ പറയരുത്. അപ്പോൾ അവർ വിവരമില്ലാത്തവരായിക്കൊണ്ട് അള്ളാഹുവിനെയും തിരിച്ചെന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ആയത്താണ്. അപ്പോൾ വളരെ നല്ലൊരു സന്ദേശമാണ് ഈ ആയത്ത് നമുക്ക് തരുന്നത് അല്ലേ. എന്നാൽ ഈ ആയത്ത് ഇറങ്ങാനുള്ള ഒരു പശ്ചാത്തലം, അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മുഹമ്മദ് നബിയും അനുയായികളും മക്കക്കാരുടെ വിഗ്രഹങ്ങളെ, അവരുടെ ദൈവങ്ങളെ നിന്ദിച്ച് നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ വല്ലാതെ മക്കക്കാർക്ക് ബേജാറായപ്പോൾ, വിഷമം വന്നപ്പോൾ അവർ മുഹമ്മദ് നബിയുടെ പിതൃ സഹോദരനായ അബൂ താലിബിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, മുഹമ്മദ് ഞങ്ങളുടെ ദൈവങ്ങളെ ഒക്കെ നിന്ദിക്കുന്നുണ്ട്, എതിർത്ത് പറയുന്നുണ്ട്, അതൊന്ന് നിർത്തണം എന്ന് പറയണം. നബിയോട് പറയാൻ വേണ്ടി മുഹമ്മദിൻ്റെ പിതൃ സഹോദരനായ അബൂ താലിബിനോട് പറയുന്നുണ്ട്. അപ്പോൾ അബൂ താലിബ് ചെന്നിട്ട് പറയാണ്, നിൻ്റെ സഹോദരന്മാർ വന്നിട്ടുണ്ട്, നിൻ്റെ ബന്ധുക്കൾ, നിൻ്റെ അടുപ്പക്കാരായിട്ടുള്ളവർ അവർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം അവതരിപ്പിക്കുമ്പോൾ മുഹമ്മദ് അവരോട് പറയാണ്, നിങ്ങളോട് ഞാൻ കാര്യം പറഞ്ഞേറ്റെ, അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറബികളെയും അനറബികളെയൊക്കെ ഒന്നിച്ച് ഭരിക്കാം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് മക്കക്കാർ തിരിച്ചു ചോദിച്ചു, എന്താണ് ആ കാര്യം? അപ്പോൾ മുഹമ്മദ് നബി തിരിച്ചു പറഞ്ഞ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ മതി. ഉടനെ പരാതിയും കൊണ്ടെത്തിയവർ പറഞ്ഞു, ഒരിക്കലും ഞങ്ങളത് പറയൂല. ഉടനെ മുഹമ്മദിൻ്റെ മറുപടി ഇതാണ്, നിങ്ങൾ എൻ്റെ ഒരു കയ്യിൽ, അത് നിങ്ങൾക്ക് സ്വീകാര്യം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എൻ്റെ കയ്യിൽ, ഒരു കയ്യിൽ സൂര്യനെയും ഒരു കയ്യിൽ ചന്ദ്രനെയും ഇങ്ങനെയുള്ള എന്ത് തരം ഓഫറുകൾ നിങ്ങൾ തന്നാലും അതൊന്നും ഞാൻ സ്വീകരിക്കാൻ പോണില്ല, ഞാൻ എൻ്റെ നിലപാട് തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ള രീതിയിലാണ് മുഹമ്മദ് പിന്നെ പറയുന്നത്. ഈ സമയത്ത് മക്കക്കാർ തിരിച്ചു പറയാണ്, നീ ഞങ്ങളുടെ ദൈവങ്ങളെ മോശമാക്കി പറയുന്നത് നിർത്തിയിട്ടില്ലെങ്കിൽ നിൻ്റെ ദൈവത്തിനെയും ഞങ്ങൾ മോശമാക്കി പറയും. അത് വേണ്ട എങ്കിൽ നീ ഞങ്ങളുടെ ദൈവങ്ങളെ മോശമാക്കി പറയുന്നത് നിർത്തിക്കോ എന്നുള്ള രീതിയിലുള്ള ഒരു താക്കീത് കൊടുത്തുകൊണ്ടാണ് അവിടെ മക്കക്കാർ അവസാനിപ്പിക്കുന്നത്. ആ സമയത്താണ് ഈ ഒരു താക്കീത് കാരണമായിട്ടാണ് പിന്നീട് ഖുർആനിൽ ഇത് എഴുതപ്പെടുന്നത്. ഈ ഒരു ആയത്തിനെ അവിടെ എഴുതുന്നത് എന്തു പറഞ്ഞിട്ട്, നിങ്ങളൊരിക്കലും മറ്റുള്ളവരുടെ ദൈവങ്ങളെ നിന്ദിക്കരുത്, വത്സിക്കരുത്, അത് ഒരു പക്ഷേ വിവരമില്ലാത്തവരായിക്കൊണ്ട് നമ്മുടെ അള്ളാഹുവിനെ അവർ നിന്ദിക്കാനത് കാരണമായേക്കാം എന്നുള്ള ഒരു ആയത്തവിടെ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇസ്ലാമിൻ്റെ ആ ഒരു ധാർമ്മികതയുടെ പരിണാമം എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു കഥ എന്നുള്ളത്. നമുക്ക് ചിന്തിക്കാനുള്ളതാണ്, ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഈ രീതിയിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ നിലപാട് ഏതൊരു തരത്തിലുള്ള ഓഫറുകൾ നിങ്ങൾ തരികയാണെങ്കിലും ഇത് എൻ്റെ ഒരു നിലപാട്, അത് മാറ്റേണ്ട ആവശ്യം എനിക്കില്ല, അത് ഞാൻ മാറ്റുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും മുഹമ്മദ് നബിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഒന്നുകൂടി കൊണ്ടുപോവാണ്.
മുഹമ്മദ് നബിയോട് പല തവണ പറയപ്പെട്ടിട്ടുണ്ട്, ഇപ്പം നിങ്ങൾ പലരും എന്നോട് പറയുന്നുണ്ടല്ലോ, നിനക്ക് നിൻ്റെ കുടുംബക്കാർ വേണ്ടേ, നിൻ്റെ കുടുംബക്കാർ തെറ്റൂലേ, നിൻ്റെ കുടുംബക്കാരെ നീ തെറ്റിക്കല്ലേ എന്നൊക്കെ പറയുന്നില്ലേ. ഇതേ കാര്യം മുഹമ്മദ് നബിയോട് പറയപ്പെട്ടിട്ടുണ്ട്. നീ നിൻ്റെ കുടുംബക്കാർ തെറ്റിക്കല്ലേ, പരസ്പര വൈരികളാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദിനോട് പലരും സങ്കടം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ മുഹമ്മദ് നബി അദ്ദേഹം എന്ത് മനസ്സിലാക്കിയോ അതിനുവേണ്ടി നിലകൊണ്ടു. എന്നതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ സത്യം എന്തോ അതിനുവേണ്ടി ഞാനും നിലകൊള്ളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മക്കയിൽ മുഹമ്മദ് നബി ഇവിടെ മക്കക്കാരുടെ ദൈവങ്ങളെ ആക്ഷേപിച്ച് നിന്ദിച്ച് എത്ര കാലം നടന്നു. എന്നിട്ടും മുഹമ്മദ് നബി അവിടെ സുരക്ഷിതനായിരുന്നു. എന്നാൽ പിന്നീട് മദീനയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ, മദീനയിൽ ഒരു രാജ്യം സ്ഥാപിതമാകുന്ന സന്ദർഭത്തിൽ മുഹമ്മദ് നബിയുടെ രാജ്യത്ത് മുഹമ്മദ് നബിയുടെ ആദർശത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോകുമ്പോൾ അയാളെ വധിക്കണം എന്നുള്ള നിലയിലേക്കാണ് മുഹമ്മദ് നബി എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സഹിഷ്ണുത ഉണ്ടായിരുന്നത്, ആരായിരുന്നു ഇവിടെ സമാധാനത്തിൻ്റെ വക്താക്കൾ എന്നുള്ളതാണ്. അത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം നിങ്ങൾ പറയും, ഏതാണ് ശരിക്കും സമാധാനത്തിൻ്റെ മതം?